നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിലായെന്ന വാർത്ത തമിഴ്നാട്ടിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നടി തൃഷ കൃഷ്ണയും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും ചേർത്ത് അധിക്ഷേപിച്ച് സംസാരിച്ചതിന്റെ പേരിലാണ് നടപടി ഉണ്ടായത്. സിനിമാ രംഗത്ത് വീണ്ടും സജീവമാകാൻ ഒരുങ്ങുന്നതിന് ഇടയിലായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ ഈ വിമർശനങ്ങളെല്ലാം. ഇതിനിടയിലാണ് വിവാദങ്ങളെല്ലാം പൊങ്ങി വന്നതും. മുമ്പൊരിക്കൽ നയൻതാരയുമായി ചേർത്ത് ഉദയനിധി സ്റ്റാലിന്റെ പേരിൽ വ്യാപകമായ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു. ഒരു തമിഴ് മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടായിരുന്നു ഇതിന് കാരണമായിരുന്നത്. ഉദയനിധി സ്റ്റാലിന് നയൻതാരയോട് കടുത്ത പ്രണയം തോന്നിയിരുന്നു എന്നതായിരുന്നു ഈ ഗോസിപ്പ്. ഇത് കതിർവേലൻ കാതൽ എന്ന സിനിമയോട് ഒരുമിച്ച് അഭിനയിക്കവെയാണ് ഗോസിപ്പുകൾ വന്നു തുടങ്ങിയത്. തമിഴ്നാട്ടിലെ പ്രബലനായ ഉദയനിധി സ്റ്റാലിൻ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിയുടെ കൊച്ചുമകനാണ്. വിവാഹിതനും മക്കളുമുള്ള ഉദയനിധി സ്റ്റാലിന് ഒരുമിച്ച് അഭിനയിക്കവേ നയൻതാരയോട് ഭ്രാന്തമായ സ്നേഹം തോന്നിയെന്നാണ് ഗോസിപ്പുകൾ വന്നിരുന്നത്. തന്റെ രണ്ടാമത്തെ ചിത്രം നൻപേണ്ടായാലും നയൻതാരയെ നായികയാക്കി ഉദയനിധിയുടെ പോക്ക് കണ്ട് കരുണാനിധി പോലും പേരക്കുട്ടിയെ ഉപദേശിച്ചു എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഉദയനിധി സ്റ്റാലിന് പ്രണയം പ്രകടിപ്പിച്ചെങ്കിലും നയൻതാര നിരസിക്കുകയാണ് ഉണ്ടായത്. ഇത് ഉദയനിധിയെ ഏറെ ബാധിക്കുകയും ചെയ്തു. അദ്ദേഹം ഇന്ന് ജീവനൊടുക്കുവാൻ ശ്രമിച്ചു എന്നും പുറത്ത് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഗോസിപ്പ് വലിയ തോതിൽ ചർച്ചയായതോടെ ഉദയനിധിയുടെ ഭാര്യ കീർത്തിക ഉദയനിധി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ജേർണലിസത്തിന്റെ ഏറ്റവും താഴ്ന്ന തരമാണ് ഇതെന്നും വാർത്ത സത്യമാണോ എന്ന് ചോദിച്ച് എന്റെയോ നിങ്ങളുടെയോ സമയം കളയരുതെന്ന് ഭാര്യ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഗോസിപ്പുകൾ അവസാനിച്ചത്. നല്ല സുഹൃത്തുക്കളാണ് നയൻതാരയും ഉദയനിധി സ്റ്റാലിനെന്നും അവർ പറയുകയുണ്ടായി. തന്റെ ഡോക്യുമെന്ററിയിലേക്ക് ഉദയനിധി നിർമ്മിച്ച സിനിമയിലെ ചില ഭാഗങ്ങളും നയൻതാര ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ഉദയനിധി സ്റ്റാലിൻ നൽകുകയും ചെയ്തിരുന്നു. അതേസമയം നേരത്തെ കലൈഞ്ചർ ഹണ്ടർ എന്ന ഇവന്റിൽ നയൻതാര എത്തുകയും ചെയ്തിരുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ അനുസ്മരണം കൊണ്ടാടുന്ന പ്രോഗ്രാമായിരുന്നു ഇത്. നയൻതാരയെ കൂടാതെ രജനീകാന്ത്, കമൽഹാസൻ, കീർത്തി സുരേഷ് തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. നയൻതാര എന്തുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നത് ആരാധകർ പ്രധാനമായും ചോദിച്ച ചോദ്യമായിരുന്നു. കരുണാനിധിയുടെ കൊച്ചുമകൻ ഉദയനിധി സ്റ്റാലിൻ അന്ന് രാഷ്ട്രീയത്തിലും സിനിമയിലും പ്രബലനായിരുന്നു. നയൻതാരയ്ക്ക് ഒപ്പം ഉദയനിധി സ്റ്റാലിൻ അഭിനയിച്ചിട്ടുമുണ്ട്. ഈ സ്വാധീനം ഉപയോഗിച്ചായിരിക്കാം ചടങ്ങിലേക്ക് നടി എത്തിച്ചേർന്നത് എന്ന വിവാദങ്ങളായിരുന്നു അന്ന് വന്നിരുന്നത്. ഇടക്കാലത്ത് നടൻ ആര്യയും നയൻതാരയും പ്രണയത്തിലായിരുന്നു എന്ന വാർത്തകളും സജീവമായിരുന്നു. പിന്നീട് നയൻതാര തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുകയും ചെയ്തു. ഇതോടെ ആ ഗോസിപ്പുകൾ നിൽക്കുകയായിരുന്നു. പിന്നാലെ വന്നത് പഴയ കാമുകൻ ചിലംബരശനുമായി നയൻതാര വീണ്ടും അടുക്കുകയാണ് എന്ന വാർത്തകളായിരുന്നു. പല ചടങ്ങുകൾക്കായി ഒന്നിച്ചെത്തുകയും വളരെ ക്ലോസ് ആയി ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെയാണ് ചിമ്പുവുമായി നയൻസ് വീണ്ടും അടുക്കുന്നു എന്ന വാർത്തകൾ പൊങ്ങി വരാൻ തുടങ്ങിയത്. ഇതിനിടെയാണ് നയൻസ് നായികയായി മറ്റൊരു പുത്തൻ ഗോസിപ്പുകൾ ഇറക്കിയത്. ഈ കഥയിലെ നായകൻ തമിഴകത്തിന്റെ യുവനായകൻ ഉദയനിധി സ്റ്റാലിനായിരുന്നു. കോടമ്പക്കത്തെമ്പാടും അന്ന് ഉദയനിധി നയൻതാര പ്രണയത്തെക്കുറിച്ചുള്ള സംസാരമായിരുന്നു ഉയർന്നു വന്നത്. നയൻതാരയും ഉദയനിധിയും പ്രണയത്തിലാണെന്നും ഭാര്യ ഇതിനെ ചോദ്യം ചെയ്യുകയും എതിർക്കുകയും ചെയ്തതോടെ നൈരാശ്യത്തിൽ മനം നൊന്ന് ഉദയനിധി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുമായിരുന്നു അന്ന് വാർത്തകൾ വന്നത്. ഉറക്ക ഗുളിക കഴിച്ചാണ് ഉദയനിധി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നുമായിരുന്നു അന്ന് കേട്ടിരുന്നത്. കതിർവേലൻ കാതൽ എന്ന ചിത്രത്തിലാണ് ഉദയനിധിയും നയൻതാരയും ആദ്യമായി ജോഡികളായി എത്തിയത്. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഇവരൊന്നിച്ച് പഴനിയിൽ ദർശനം നടത്തിയത് വലിയ വാർത്തയായി മാറിയിരുന്നു. ഷൂട്ടിങ്ങിനിടെ വളർന്ന ബന്ധം ഉദയനിധിയുടെ പുതിയ ചിത്രം നൻപേണ്ടയിൽ നയൻസിനെ എത്തിക്കുകയും നായികയാക്കുകയും വരെ എത്തിയതോടെ ഈ വിമർശനങ്ങൾ ഉയരുകയായിരുന്നു. ഇടയ്ക്ക് സാക്ഷാൽ കരുണാനിധിയെ വരെ കൊച്ചുമകനെ ഈ ബന്ധത്തിന്റെ പേരിൽ താക്കീത് ചെയ്യുവാനും ഇടവന്നിരുന്നു. സൗഹൃദം പതുക്കെ പ്രണയമാവുകയും ഒരു ഘട്ടത്തിൽ പ്രണയത്തിലേക്ക് അടിതെറ്റിയ നയൻതാര പിന്നീട് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറിയെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. നയൻതാര തന്നെ അവഗണിച്ചതായും പ്രണയത്തിന്റെ പേരിൽ ഭാര്യ ശാസിച്ചതായും എല്ലാം സഹിക്കവയ്യാതെയാണ് ഉദയനിധി ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നായിരുന്നു കോടമ്പകത്തായ ഗോസിപ്പുകാർ പറഞ്ഞിരുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ നടിയെ വിമർശിച്ച് ഉദയനിധി ആരാധകർ എത്തുകയും ചെയ്തിരുന്നു. കൂടാതെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ രാഷ്ട്രീയ നേതാവായ രാധ രവിയും ഇവരുടെയും ബന്ധത്തെക്കുറിച്ച് പരാമർശം നടത്തുകയും ചെയ്തിരുന്നു. ഇത് സ്റ്റാലിന്റെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ താൽക്കാലികമായി പുറത്താക്കുന്നതിനും കാരണമായി തീർന്നിരുന്നു. എങ്കിലും എല്ലാ വിവാദങ്ങൾക്കും ഒടുവിൽ നയൻതാരയും ഉദയനിധിയും തമ്മിലുള്ള ബന്ധം പിന്നീട് സൗഹൃദമായി മാറ്റുകയായിരുന്നു. അടുത്തിടെ പുറത്തിറങ്ങിയ തന്റെ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററിക്കായി NOC ലഭ്യമാക്കാൻ സഹായിച്ചതിന് നയൻതാര ഉദയനിധി സ്റ്റാലിന് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതേസമയം നയൻതാര സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം കഴിക്കുകയും തന്റെ ജീവിതത്തിലെ സന്തോഷ ജീവിതം നയിക്കുകയുമാണ്. 2022 വിവാഹിതരായ ഇവർക്ക് ഇരട്ട കുട്ടികളുമുണ്ട്. ഈ താരമാണ് ഇപ്പോൾ വിജയെയും തൃഷയെയും വിമർശിച്ചത് എന്നതാണ് ഇപ്പോൾ
ഇപ്പോൾ ശ്രദ്ധ നേടുന്ന പ്രധാന കാര്യം. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളാണ് ഉണ്ടായത്. സർക്കാരിനെതിരെയായി DMK പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. ഇതിനെ അഭിസംബോധന ചെയ്യുകയാണ് വിജയെയും തൃഷയെയും ബന്ധപ്പെടുത്തി ഉദയനിധിയുടെ അധിക്ഷേപ പരാമർശങ്ങൾ ഉയർന്നു വന്നത്. കാവേരിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും തമിഴ്നാടിന് ലഭിച്ചിട്ടില്ലെന്നും എന്നിട്ടും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ജോസഫ് വിജയ് നിസ്സംഗം പാലിക്കുകയാണെന്നും ഉദയനിധി ആരോപിച്ചിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ കാവേരി നദിയിലെ ജലം ഇടപെടുന്നതിന് പകരം മറ്റു ചില കാര്യങ്ങളാണ് ശ്രദ്ധയെന്നും ഉദയനിധി പറയുന്നുണ്ടായിരുന്നു. ഇതിനിടെയാണ് ജനക്കൂട്ടത്തിൽ നിന്നൊരാൾ തൃഷ എന്ന് വിളിച്ചു പറഞ്ഞത്. പ്രസംഗം നിർത്തിവെച്ച ഉദയനിധി ഒരു പരിഹാസ ചിരിയുമായി നിൽക്കുകയായിരുന്നു. പിന്നാലെയാണ് അശ്ലീല ചുവയുള്ള ദ്വയാർത്ഥ പരാമർശം നടത്തിയത്. പിന്നാലെ താൻ കാവേരി നദിയെക്കുറിച്ചാണ് ഉദ്ധരിച്ചതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ പരാമർശം പിന്നീട് കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയായിരുന്നു. അതേസമയം തമിഴ്നാട് തൃഷ രാഷ്ട്രീയത്തിലേക്കെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും സജീവമാക്കി മധുര നഗരത്തിൽ പുതിയ പോസ്റ്ററുകൾ പൊങ്ങിയിട്ടുണ്ട്. പുതുതായി രൂപവൽക്കരിച്ച തൃഷ വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടനയുടെ പേരിലാണ് നടിയെ പരോക്ഷമായി രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ രംഗത്ത് ഉടനീളം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേരുകളുള്ള മണ്ണാണ് മധുര എന്ന പോസ്റ്ററുകളുടെ വാചകവും തമിഴ്നാട്ടിൽ സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച ആദ്യ സംഘടനയാണ് തങ്ങളുടേതെന്ന അവകാശവാദവുമാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചർച്ചാ വിഷയം. എന്നാൽ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് തൃശയുടെ അറിവുകളുണ്ടോ സമ്മതമുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മുൻപും തൃശയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് പലതവണ അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നിരുന്നു. 2 മണ്ഡലങ്ങളിൽ വിജയിച്ചതിനെ തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് രാജിവെച്ച തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ തൃഷ മത്സരിച്ചേക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങളും സജീവമായിരുന്നു. എന്നാൽ തനിക്ക് TVKയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലെന്ന് നടി തന്നെ നേരത്തെ പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഗില്ലി മുതൽ ലിയോ വരെയുള്ള വിജയ് തൃഷ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ആദ്യത്തേതിലും അവസാനത്തേതിലും തൃഷ എന്ന നായിക കഥാപാത്രത്തിന്റെ രക്ഷകനായിട്ടാണ് വിജയ് എത്തുന്നത്. ഗില്ലി, തിരുപ്പാച്ചി, ആത്തി, കുരുവി തുടങ്ങിയ സിനിമകളിൽ ഒന്നിച്ച ജോഡി പിന്നെ 15 വർഷക്കാലം ഒരു സിനിമയിൽ പോലും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. അതിന് കാരണം വിജയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ കുടുംബം മുന്നോട്ട് വെച്ച ഉടമ്പടികളായിരുന്നു എന്നതാണ് പലയിടങ്ങളിലും റിപ്പോർട്ടുകളായിട്ട് വന്നിരുന്നത്. ഇപ്പോൾ അവർ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. പരസ്യമായി പലയിടങ്ങളിലും തൃഷയും വിജയും പരിപാടികളിൽ പങ്കെടുക്കുകയും കഴിഞ്ഞിരുന്നു. സിനിമയിൽ മാത്രമല്ല ഒന്നിച്ചുള്ള യാത്രകളിലും വിവാഹം, മരണച്ചടങ്ങുകളിലും എല്ലാം വിജയ് തൃഷയും ഒത്തു പങ്കെടുത്ത വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തകളായി മാറിയിരുന്നു. വിജയ് തമിഴ്നാട്ടിലെ തലവനായി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും അത് നേരിട്ട് കാണാൻ എത്തിച്ചേർന്ന അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരിൽ ഒരാൾ തൃഷയുമായിരുന്നു. കഴിഞ്ഞ ദിവസം വിജയ് തൃഷ ബ്രേക്കപ്പ് വാർത്തകളായിരുന്നു പ്രധാന തലക്കെട്ടുകളായി നിറഞ്ഞു നിന്നിരുന്നത്. രാത്രിയോടുകൂടി തൃഷ ഒരു സർപ്രൈസ് അങ്ങ് പൊടിച്ചു. പിറന്നാൾ ദിവസത്തിൽ വിജയ്ക്ക് കൂട്ടുകാരി തൃഷ ആശംസകൾ അറിയിച്ചു എന്ന റിപ്പോർട്ടുകൾ മുൻനിര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തലങ്ങും വിലങ്ങും പാഞ്ഞു. തൃഷയും വിജയും അകലുന്നു എന്നതായിരുന്നു അതിന്റെ മേലുണ്ടായിരുന്ന വ്യാഖ്യാനം. തൃഷ വിജയെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തു എന്ന കാര്യവും അടുത്തിടെ പ്രചരിച്ചിരുന്നു. ഇപ്പോഴാണ് വിജയ്ക്കൊപ്പം കേക്ക് മുറിക്കുന്ന ചിത്രങ്ങളുമായി തൃഷ പ്രത്യക്ഷപ്പെട്ടത്. തമിഴ് സിനിമയിൽ കമൽഹാസൻ ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങൾ വരെ നായികയായി വേഷമിട്ട നടിയാണ് തൃഷ കൃഷ്ണൻ. അജിത്ത്, സൂര്യ തുടങ്ങി അടുത്ത തലമുറയിലെ നടന്മാരുടെ കൂടെ തൃഷ അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മോഡലിംഗിൽ നിന്നും സിനിമയിലെത്തിയ താരം കോടി ക്ലബ്ബുകളിൽ ഇടം നേടിയ അനവധി ചിത്രങ്ങളിൽ വേഷമിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെത്തിയ സൂര്യ ചിത്രം കറുപ്പ് ബോക്സ് ഓഫീസിൽ തകർത്ത് തൂത്തുവാരിയ സിനിമയാണ്. ഇത്രയേറെ നടന്മാർ ഒന്നിച്ച് അഭിനയിച്ചിട്ടും എന്തുകൊണ്ട് വിജയ് തൃഷയ്ക്ക് സ്പെഷ്യലായി എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിനു മുൻപ് ഈ ബന്ധത്തെക്കുറിച്ച് ഗലാട്ട മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തൃഷ സംസാരിച്ചിരുന്നു. വിജയുടെ അടുത്ത് എപ്പോഴും ശാന്തി ഉണ്ടാകും. അദ്ദേഹത്തെ എപ്പോഴും ശാന്തനായേ കാണാൻ കഴിയുകയുള്ളൂ. ഏതൊരു പ്രശ്നം വന്നാലും വിജയ് അത് നേരിടുന്ന ഒരു രീതിയുണ്ട്. മനസ്സിലെ ഉള്ളിലെ ശാന്തത എന്ന് അറിയപ്പെടുന്ന ഒരു കാര്യം അദ്ദേഹത്തിനുണ്ട്. എന്നോട് നിരവധി പേർ പറയും, സോഷ്യൽ മീഡിയയിലൂടെ കാണുകയും ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ആദ്യ സിനിമ മുതലേ ഹിറ്റ് ജോഡിയായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നിച്ചു കാണാൻ പലരും ആഗ്രഹിക്കുന്നു എന്നത്. ഞങ്ങൾ 2 പേരും കൂടിയുള്ള ഫാൻ ക്ലബ്ബുകൾ വരെ ഉണ്ട്. സ്ക്രീനിൽ ഞങ്ങൾ ഒന്നിച്ചു കാണാൻ പലരും ആഗ്രഹിക്കുന്നുമുണ്ട്. ഗില്ലിയോ തിരുപ്പാച്ചിയോ TVയിൽ കാണിച്ചാൽ എനിക്ക് അപ്പോൾ നിറയെ മെസ്സേജുകൾ വരുമായിരുന്നു. സ്ക്രീൻഷോട്ട് എടുത്തുവരെ പലരും മെസ്സേജുകൾ അയക്കാറുണ്ട് എന്നുമായിരുന്നു തൃഷ കൃഷ്ണൻ പറഞ്ഞത്. ഇത് തന്നെ.